കഴിഞ്ഞ 9 വർഷങ്ങളായി ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ഉത്സവ ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ മഴയാകട്ടെ, വെയിലാകട്ടെ, കാലാവസ്ഥാ വ്യതിയാനങ്ങളാകട്ടെ, എന്ത് തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നാലും വീട് വീടാന്തരം കയറിയിറങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശേഖരിക്കുന്ന പൊതിച്ചോറ് വിതരണം ഇന്നും തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ഈ പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത്. പിന്നെ അത് സംസ്ഥാനത്ത് എല്ലാ ആശുപത്രികളിലേക്കും ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റികൾ ഏറ്റെടുത്തു. അങ്ങനെ സംസ്ഥാനത്താകെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു മാതൃകയായി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം മാറി. നേരത്തെ തന്നെ ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ പ്രതികരണം വലിയ വിവാദമായിരുന്നു. അവസാനം അദ്ദേഹത്തിന് തന്നെ വിവാദ പ്രതികരണത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള രോഷമാണ് ഡിവൈഎഫ്ഐയുടെ ഈ പദ്ധതി എതിർത്ത സംസ്ഥാന സർക്കാരിനെതിരെ, UDF സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചത്. ഇന്നും കാണാം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശുപത്രിയിൽ വരുന്നവരും കൂട്ടിരിപ്പുകാരും ഒക്കെ തന്നെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിന് വേണ്ടി കാത്തിരിക്കുന്നു. നീണ്ട നിര ക്യൂ ഇതിന് പിന്നിൽ കാണാം, പിൻനിരയിൽ അടക്കം കാണാം. ഇന്ന് ഗായകനായിട്ടുള്ള സൂരജ് സന്തോഷാണ് ഇന്ന് ഇതിൻ്റെ പൊതിച്ചോറ് വിതരണം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം പൊതിച്ചോറ് വിതരണം നേരിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. മാതൃകയായി ഡിവൈഎഫ്ഐ ഈ പരിപാടി സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന നേതാക്കളും ഒക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കാളികളാകുന്നുണ്ട്. വർഷങ്ങളായി ഈ പരിപാടി മുടങ്ങാതെ നടത്തുന്നുണ്ട്. കാരണം തിരുവോണ ദിവസത്തിൽ മാത്രമൊക്കെ തന്നെ ചില സന്നദ്ധ സംഘടനകൾ പൊതിച്ചോറ് വിതരണം നടത്താറുണ്ട്. പക്ഷേ ഡിവൈഎഫ്ഐ അങ്ങനെയല്ല. എല്ലാ ദിവസവും ഇങ്ങനെ മുടങ്ങാതെ വീടുകളിൽ നിന്ന് ഈ പൊതിച്ചോറ് കളക്ട് ചെയ്ത് ശേഖരിച്ച് മുടങ്ങാതെ കൃത്യം ഈ സമയത്ത് തന്നെ ഇവിടുന്ന് വിതരണം ചെയ്യുന്നു എന്നതാണ്. സൂരജ് സന്തോഷാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ഗായകനാണ്, ചലച്ചിത്ര പിന്നണി ഗായകനാണ്. അദ്ദേഹം ഈ മാതൃകാപരമായ പ്രവർത്തനത്തിൽ ഡിവൈഎഫ്ഐക്ക് ഐക്യദാർഢ്യം അർപ്പിക്കാനാണ് ഇവിടെ എത്തിച്ചേർന്നത്. സന്തോഷകരമായി ഇങ്ങനെ തിരുവോണ ദിവസം തന്നെ ഡിവൈഎഫ്ഐയുടെ പരിപാടി എങ്ങനെയാണ് കാണുന്നത്? വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് ഡിവൈഎഫ്ഐ വളരെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാളുടെ വിശപ്പകറ്റുക എന്നതിൽ കവിഞ്ഞൊരു രാഷ്ട്രീയ പ്രവർത്തനം വേറെയില്ല. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ കാണുന്നത്. ഇതൊരു സഹായമോ ഒരു ചാരിറ്റി പ്രവർത്തനമല്ല, അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. സോ ഡിവൈഎഫ്ഐയുടെ ഈ പ്രവൃത്തി ബാക്കി എല്ലാ യുവ സംഘങ്ങളും ഏറ്റെടുത്ത് ഇതുപോലെ തുടരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഈ മാതൃകാപരമായ ഈ പ്രവർത്തനത്തെ പോലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആരോഗ്യമന്ത്രി തള്ളിപ്പറയുകയും അദ്ദേഹത്തിന് അവസാനം വലിയ തരത്തിൽ ജനരോഷം ഉണ്ടായതിൻ്റെ ഭാഗമായി അഭിപ്രായം പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ ഇത്തരം പ്രതികരണങ്ങൾ എങ്ങനെയാണ് സൂരജ് കാണുന്നത്? അറിവില്ലായ്മയാണ്. അത് എന്താണ് ഗ്രൗണ്ടിൽ റിയാലിറ്റി എന്നുള്ളത് ജനത്തിനറിയാം. ഇതുകൊണ്ട് ഉപയോഗം കിട്ടുന്ന ഉപഭോക്താക്കൾക്കറിയാം. സോ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് സ്വയം അഭാസ്യനാവാണ്ടിരിക്കുക എന്നുള്ള മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവിധ പിന്തുണയും ഈ പരിപാടി, എല്ലാവിധ പിന്തുണയും. കാരണം മനുഷ്യൻ്റെ വിശപ്പകറ്റുക എന്നതിൽ കവിഞ്ഞ് പട്ടിണി ഇല്ലാതാക്കുക എന്നതിൽ കവിഞ്ഞ് വലിയൊരു പ്രവൃത്തി ഈ ലോകത്ത് എന്താ ഉള്ളത്? വേറൊരു പ്രവൃത്തി ഇല്ല. സോ അതാണ് അൾട്ടിമേറ്റ് രാഷ്ട്രീയ പ്രവർത്തനം. എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും. തീർച്ചയായും താങ്ക് യു. അപ്പോൾ ഈ പൊതിച്ചോറ് വിതരണത്തിൻ്റെ തിരക്കിനിടയിലാണ് സൂരജ് നമുക്കൊപ്പം പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു ചാരിറ്റി പ്രവർത്തനമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. കാരണം ഇത് മനസ്സിലാക്കാതെയാണ് സർക്കാരിൻ്റെ ഭാഗമായി നിന്ന ആരോഗ്യമന്ത്രി പറഞ്ഞത്. അത് വിവരമില്ലായ്മയായിരുന്നു എന്ന് തന്നെ അദ്ദേഹത്തിന് തന്നെ തിരിച്ചറിഞ്ഞ് വലിയ രോഷമുണ്ടായപ്പോൾ അത് പിന്മാറി. ഡിവൈഎഫ്ഐ എന്തുകൊണ്ടാണ് മാതൃകയാകുന്നതെന്ന് ചോദിച്ചാൽ അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലോ മറ്റ് രാഷ്ട്രീയ ലാഭത്തിനോ വേണ്ടിയല്ല, തെരഞ്ഞെടുപ്പുകളോ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ വച്ചല്ല, മറിച്ച് ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് വിശക്കുന്ന മനുഷ്യരുടെ വിശപ്പിൻ്റെ വില മനസ്സിലാക്കി അവർക്ക് എങ്ങനെയാണ് ഒരു സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐക്ക് അത് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം. ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹികളും ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. വർഷങ്ങളായി മുടങ്ങാതെ നടത്തുന്ന പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് അവരോടുകൂടി തന്നെ ചോദിക്കാം. ഡിവൈഎഫ്ഐയുടെ പുതിയ ജില്ലാ സെക്രട്ടറിയാണ്. ഇപ്പോൾ നമ്മൾ വർഷങ്ങളായി മുടങ്ങാതെ നടത്തുന്ന പ്രവർത്തനമാണ്. വലിയ പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ പ്രാവശ്യവും നമ്മൾ മുടങ്ങിയില്ല. എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും നമ്മൾ 2017 ഇത് ആരംഭിക്കുന്നത്. 2017 ആരംഭിക്കുമ്പോൾ വെറും 100 പൊതി വെച്ചാണ് ആദ്യം തുടക്കം കുറിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വല്ലാത്ത പിന്തുണ ജനങ്ങളിൽ നിന്നുണ്ടായി. നമ്മൾ ഒരു പൊതി ചോദിക്കുന്ന ആളുകൾ തന്നെ 1ഉം 2ഉം പൊതികൾ തരാൻ വേണ്ടി തയ്യാറായി. അതിൽ തീർത്തും രാഷ്ട്രീയ ഭേദമന്യാണ് എല്ലാവരും നമ്മളോട് ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ തിരുവോണ നാളിൽ യഥാർത്ഥത്തിൽ ഒരു മേഖലാ കമ്മിറ്റിയാണ് ഇതിനുവേണ്ടി തയ്യാറാകുന്നത്. യഥാർത്ഥത്തിൽ അവരെ വീട്ടിൽ ഉച്ചഭക്ഷണം പോലും കഴിക്കാൻ സമയമെടുക്കാതെ, അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം പോലും കഴിക്കാൻ സമയമെടുക്കാതെ ഇതിൻ്റെ പുറകെയാണ്. രാവിലെ മുതലേ പൊതിച്ചോറ് വാങ്ങുന്നതിന് വേണ്ടി വീടുകളിലേക്ക് കയറി ചെല്ലുകയും വീടുകളിൽ ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യതയാണ്. ഈ പൊതിച്ചോറ് കൊടുക്കുന്നതിന് വേണ്ടി വലിയ സ്വീകാര്യത. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പോലും ഇതിനെ നിഷേധിക്കപ്പെടുമ്പോൾ, പൊതിച്ചോറ് കൊടുക്കണ്ടെന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും അത് വലിയ വെല്ലുവിളിയായിട്ട്
എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും അത് ഏറ്റെടുക്കുകയാണ്. ആ പറഞ്ഞത് തെറ്റായിപ്പോയി, മന്ത്രി അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള നിലയിലേക്കുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ ഈ ഓണത്തെ സംബന്ധിച്ച് നമുക്കറിയാം, പൊതുവായി പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ ആഘോഷങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഓണ സമയത്ത് നമ്മുടെ വിലക്കയറ്റം വല്ലാതെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോഴും നമ്മൾ ഈ പൊതിച്ചോറ് മുടങ്ങുന്നില്ല, അല്ലെങ്കിൽ ആ വിലക്കയറ്റം നിലനിൽക്കുമ്പോൾ പോലും ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം. ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ച് സാധാരണപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ ആ മനുഷ്യർക്ക് അവർക്ക് ഭക്ഷണം നൽകാൻ ഹോട്ടലുകളിൽ പോയി ഭക്ഷണത്തിന് കാത്തു നിൽക്കാതെ അവരുടെ കൈകളിലേക്ക് പൊതിച്ചോറ് എത്തിക്കാനുള്ള സാഹചര്യം കൂടിയാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത്. മറ്റൊന്ന്, നമുക്കറിയാം, നമ്മുടെ കേരളത്തിലായാൽ പോലും ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ തിരുവോണ നാളിനെ ഒരു കൊലപാതക രാഷ്ട്രീയത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ നാളുകളിൽ ഇപ്പോഴും നമ്മൾ രക്തസാക്ഷി ദിനം ആചരിക്കപ്പെടുമ്പോൾ ഹക്ക് മുഹമ്മദ് മിദിലാജിൻ്റെ രക്തസാക്ഷി ദിനം തിരുവോണ നാളിലാണ് ഉണ്ടാകുന്നത്. ഈ തിരുവോണ നാളിനെ ഒരുപക്ഷെ മറ്റു വാർത്തകളിൽ രക്തസാക്ഷിത്വം ഉണ്ടായാൽ അത് മറ്റു വാർത്തകളിൽ ഇടം പിടിക്കില്ല. അതുകൊണ്ട് ഇതൊരു കൊലപാതക ദിനമായി ഏറ്റെടുക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം, അതുകൂടെ തന്നെ പി ജയരാജൻ്റെ ആക്രമിക്കപ്പെടുന്ന ദിവസം, അതൊരു തിരുവോണ നാളാണ്. ഇന്ന് ആക്രമിച്ചാൽ അത് വാർത്തയാകില്ല എന്നുള്ള നിലയിലേക്ക് ചില കൊലപാതക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന RSSൻ്റെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ ഈ ദിവസത്തെ തിരഞ്ഞെടുക്കുന്നത് ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യരുടെ അരികിലേക്ക് അവർക്ക് പൊതിച്ചോറുമായി അവരുടെ വയറെരിയുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പിയെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പൊതിച്ചോറ്, അവരുടെ സന്തോഷ കണ്ണീരിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പൊതിച്ചോറ് വിതരണമായി ഇറങ്ങിയിട്ടുള്ളത് എന്ന രാഷ്ട്രീയം കൂടിയാണ്. അതുപോലെ തന്നെ വിശപ്പിന് മതമില്ല, ജാതിയില്ല, വർഗമില്ല, ഒരു വ്യത്യാസവുമില്ല എന്ന രാഷ്ട്രീയം കൂടി പറയാൻ ഞങ്ങൾ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും അതാണ് കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി നമ്മോട് പറഞ്ഞത്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാതൃകയാക്കേണ്ട, കണ്ടുപഠിക്കേണ്ട ഇത്തരം ശരിയായ മാതൃകകളാണ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത്. ഇത്തരം മാതൃകകളിൽ വിവാദമായ കാര്യങ്ങളിലേക്ക് പോകുകയല്ല വേണ്ടത്. മറിച്ച് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ആശുപത്രി പോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ വന്ന് എത്തപ്പെടുന്ന മനുഷ്യർക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന വലിയ മാതൃകാപരമായ സമീപനമാണ് ഡിവൈഎഫ്ഐ ചെയ്യുന്നത്. ഒരു വർഷവും ഓരോ ദിവസവും മുടങ്ങാതെ ഡിവൈഎഫ്ഐ ആ പരിപാടി ചെയ്യുന്നു. ഇന്നും ആ പരിപാടിയുടെ തുടർച്ചയാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാണുന്നത്. എല്ലാ വർഷവും സമാനമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ എത്തുന്നു, ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നു. അതിൻ്റെ കാഴ്ചയാണ് കാണേണ്ടത്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും പൊതുപ്രവർത്തകരെല്ലാം ഇത് മാതൃകാപരമായി കണ്ടുപഠിക്കേണ്ടതാണ്. ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.